ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പൗരന്മാർക്ക് ഖത്തർ വിദേശ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ശ്രീലങ്കയുടെ സെൻട്രൽ പ്രവിശ്യയിലും കാൻഡിയിലും H1N1 രോഗം പടർന്നതിനെ തുടർന്നാണ് പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്താണ് നിർദ്ദേശം. വൈറസ് ബാധിച്ചതായി ശ്രീലങ്കൻ അധികൃതർ സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ശ്രീലങ്കൻ സെൻട്രൽ പ്രവിശ്യ ആരോഗ്യ സേവന ഡയറക്ടർ ശാന്തി സമരസിംഹയാണ് പ്രവിശ്യയിൽ H1N1 രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചത്. 2 ഗർഭിണികൾ ഉൾപ്പെടെ 17 പേരാണ് കഴിഞ്ഞ 3 മാസത്തിനിടെ പ്രവിശ്യയിൽ മരണമടഞ്ഞത്. കെട്ടിടങ്ങളിൽ മതിയായ സുരക്ഷയും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കെട്ടിട ഉടമകൾക്കെതിരെ മസ്കറ്റ് നഗരസഭ നടപടി ശക്തമാക്കുന്നു. കെട്ടിട അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുരക്ഷാ നടപടികൾ കർശനമാക്കിയിരിക്കുന്നത്. ഭാഗികമായോ പൂർണ്ണമായോ വാടകക്കാർക്ക് സുരക്ഷിതമല്ലാത്ത സാഹചര്യം കെട്ടിടങ്ങൾക്കുണ്ടാകുന്നത് നഗരസഭ കെട്ടിട നിയമപ്രകാരം കുറ്റകരമാണ്. കെട്ടിടങ്ങളിലെ അറ്റകുറ്റപ്പണികളും തകരാറുകളും കെട്ടിട ഉടമയോ റിയൽ എസ്റ്റേറ്റ് ഏജന്റോ ശരിയാക്കി നൽകണം. കെട്ടിടത്തിന്റെ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കെട്ടിട ഉടമയ്ക്കും കെട്ടിടം കൈകാര്യം ചെയ്യുന്ന ഏജന്റിനുമായിരിക്കും. കെട്ടിട ഉടമയോ ഏജന്റോ കെട്ടിടത്തിന്റെ തകരാറ് തീർപ്പാക്കി നൽകാത്ത പക്ഷം അത് നഗരസഭ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവ കേടുപാടുകൾ തീർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് ചിലവായ തുക കെട്ടിട ഉടമയിൽ നിന്ന് നഗരസഭ ഈടാക്കും. ഇതിനു പുറമെ നിയമപ്രകാരമുള്ള പിഴയും ഉടമ നൽകേണ്ടി വരും. 30 വർഷത്തിനു മുകളിൽ പഴക്കം ചെന്ന സുരക്ഷിതമല്ലാത്ത ധാരാളം കെട്ടിടങ്ങൾ മസ്കറ്റ് നഗരസഭ അതിർത്തിയിൽ വാടകയ്ക്ക് നൽകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പരിശോധിക്കുവാനായി എഞ്ചിനീയർമാർ ഉൾപ്പെടുന്ന സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. മസ്കറ്റ് നഗരസഭ പരിധിയിൽ കെട്ടിടങ്ങൾ തകർന്നു വീണ് അപകടങ്ങൾ ഉണ്ടായതായി ഇതുവരെയും റിപ്പോർട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും കെട്ടിട സുരക്ഷാ വിഷയത്തിൽ നഗരസഭ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന് മസ്കറ്റ് മുനിസിപ്പൽ കൗൺസിലർ സാലിം മുഹമ്മദ് അൽ ഗമ്മാരി പറഞ്ഞു. ഇതിനോടകം തന്നെ വിവിധ കെട്ടിട ഉടമകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞതായും സാലിം ഗമ്മാരി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. 16ാമത് ഷാർജ പൈതൃകോത്സവത്തിന് തുടക്കമായി. 31 രാജ്യങ്ങളിൽ നിന്നുള്ള പൈതൃക സമ്പത്തുകളുടെ അതിവിപുലമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഷാർജയിലെ റോളയ്ക്കും കോർണിഷിനും ഇടയിലുള്ള പരമ്പരാഗത ഗ്രാമത്തിലാണ് പൈതൃകോത്സവം. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ തീർത്ത പൗരാണികതയുടെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഇവിടെ സന്ദർശകർക്ക് മുന്നിലുണ്ട്. നഗരത്തിന്റെ യാന്ത്രികമായ തിരക്കുകൾ മാത്രം കണ്ട് ശീലിച്ച് പുതിയ തലമുറയെ പഴയ കാലത്തിലേക്ക് നടത്തുകയാണ് പൈതൃകം, ഘടനയും ഭാവവും എന്ന പ്രമേയത്തിൽ നടക്കുന്ന പൈതൃകാഘോഷം. കാർഷിക ക്ഷീരമേഖലകളും ഒട്ടകപ്പുറത്തേറി ചുട്ടുപഴുത്ത മരുഭൂമി താണ്ടിയ കച്ചവട സംഘങ്ങളും ഇവിടെ കാഴ്ചക്കാർക്ക് മുന്നിലെത്തും. പരമ്പരാഗത UAE ജീവിതശൈലികളെ സവിസ്തരം ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. ലോക പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചു പറയുന്ന പൈതൃക പ്രദർശനം ഏറെ ശ്രദ്ധേയമാണ്. പരമ്പരാഗത കലാപരിപാടികൾ, ശില്പശാലകൾ തുടങ്ങിയ പരിപാടികളും മേളയോടനുബന്ധിച്ച് അരങ്ങേറുന്നുണ്ട്. 31 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരാണികതയുടെ വിരുന്നാണ് ഷാർജയിലെത്തിയിട്ടുള്ളത്. പ്രവേശനം സൗജന്യമാണ്. പൈതൃകോത്സവം ഈ മാസം 22-ന് സമാപിക്കും. മാതൃഭൂമി ന്യൂസ്, ഷാർജ. കിങ് ഫൈസൽ ഇന്റർനാഷണൽ അവാർഡുകൾ വിതരണം ചെയ്തു. ഏറ്റവും നല്ല ഇസ്ലാമിക സേവകനുള്ള അവാർഡ് സൽമാൻ രാജാവിനാണ് സമ്മാനിച്ചത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ലോകത്തെ വിദഗ്ധരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രഗത്ഭരായ ആളുകൾക്ക് നൽകുന്ന കിങ് ഫൈസൽ ഇന്റർനാഷണൽ അവാർഡ് കഴിഞ്ഞ ദിവസം റിയാദിൽ വെച്ച് വിതരണം ചെയ്തു. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഇസ്ലാമിക സേവനത്തിനുള്ള അവാർഡ് തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവ് ഏറ്റുവാങ്ങി. വിശുദ്ധ ഹറമുകളുടെ പരിപാലനവും തീർത്ഥാടകർക്കുള്ള സേവനങ്ങളും ഉന്നത നിലവാരത്തോടുകൂടി സൽമാൻ രാജാവ് നടത്തിവരുന്നു. പ്രവാചക ജീവിതത്തിന്റെ ചരിത്രപരമായ ഭൂപടം തയ്യാറാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അറബ് ഇസ്ലാമിക് പൈതൃകത്തിന്റെ ഭാഗമായ പൗരാണിക ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്നതിന് വിശുദ്ധ മദീനയിൽ കിങ് അബ്ദുൾ അസീസ് ലൈബ്രറി കോംപ്ലക്സ് നിർമ്മിച്ചു.
കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കിങ് സൽമാൻ സെന്റർ ഫോർ ചാരിറ്റബിൾ തുടങ്ങി. മുസ്ലിങ്ങളെയും അറബ് സമൂഹത്തെയും ഒന്നിച്ചു നിർത്തുന്നതിൽ നിരന്തരമായ ശ്രമങ്ങൾ നടത്തി തുടങ്ങിയ വിഷയങ്ങൾ പരിഗണിച്ചാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഇസ്ലാമിക സേവനത്തിനുള്ള അവാർഡിന് സൽമാൻ രാജാവ് തിരഞ്ഞെടുക്കപ്പെട്ടത്. റിയാദിൽ ഫൈസലിയ ഹോട്ടലിലെ അമീർ സുൽത്താൻ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന 39ാമത് അവാർഡ് ചടങ്ങിന് തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവ് നേതൃത്വം നൽകി. സൽമാൻ രാജാവിന്റെ ഉപദേഷ്ടാവും മക്ക ഗവർണറും കിങ് ഫൈസൽ ചാരിറ്റി ഫൗണ്ടേഷൻ, കിങ് ഫൈസൽ ഇന്റർനാഷണൽ അവാർഡ് അതോറിറ്റി എന്നിവയുടെ ചെയർമാനുമായ അമീർ ഖാലിദ് ഫൈസൽ രാജകുമാരൻ, കിങ് ഫൈസൽ റിസർച്ച് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് സെന്റർ മേധാവി അമീർ തുർക്കി ഫൈസൽ രാജകുമാരൻ എന്നിവരും സൽമാൻ രാജാവിനെ സ്വീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, സൗദി അറേബ്യ. മാഹിയിലെ 32 മദ്യഷോപ്പുകൾ അടച്ചുപൂട്ടുന്നതിൽ സുപ്രീംകോടതി വരെ പോയി വിജയം കണ്ടത് മയ്യഴിക്കൂട്ടത്തെ പ്രവാസി കൂട്ടായ്മയാണ്. മാഹിയിലെ സന്തോഷം കെടുത്തുന്ന മദ്യവിപത്തിനെതിരെ പോരാട്ടം തുടരാനാണ് മയ്യഴിക്കൂട്ടത്തിന്റെ തീരുമാനം. ദേശീയപാതയിലെ മദ്യഷോപ്പുകളും ബാറുകളും അടച്ചുപൂട്ടാനുള്ള സുപ്രീംകോടതി വിധിയിൽ ഭൂരിഭാഗം മയ്യഴിക്കാരും ആഹ്ലാദിക്കുന്നുണ്ടെന്നാണ് മയ്യഴിക്കൂട്ടത്തിന്റെ അമരക്കാർ പറയുന്നത്. ആളുകളുടെ പ്രതികരണം ഒരുപാട് ഹാപ്പിനെസ്, സന്തോഷം അവർ ഷെയർ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. കാരണം ഇതിനു മുമ്പ് മയ്യഴിയിലെ ആ മെയിൻ റോഡിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കാമെന്ന് പറഞ്ഞത് സംഭവിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം എപ്പോഴും കള്ളുകുടിയന്മാരും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എല്ലാം അടച്ചിട്ടത് കൊണ്ട് അവർക്ക് സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്നുണ്ട്. 6500-ലധികം മയ്യഴിക്കാർ കൂടിയാണ് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നാട്ടിലും മറുനാട്ടിലുമായി ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ മയ്യഴിക്കൂട്ടം സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. നാടിനെ സംരക്ഷിച്ചെടുക്കേണ്ട ഒരു ചുമതല കൂടി ഒരു പ്രവാസി സമൂഹത്തിൻ്റെ മേലെ വന്നതുപോലെയായിരുന്നു. ഞങ്ങൾ ആ ഒരു ഉത്തരവാദിത്തം കൂടി ഞങ്ങളുടെ മേൽ വന്ന് പതിച്ചതുപോലെയായിരുന്നു ഞങ്ങൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോന്നിരിക്കുന്നത്. അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായി, നല്ലൊരു വിധി ഉണ്ടായി എന്നുള്ളത് എല്ലാ മയ്യഴിക്കാരെ പോലെ ഞങ്ങൾ സന്തോഷിക്കുന്നു. 95 ചതുരശ്ര കിലോമീറ്ററിൽ 45,000 മാഹിക്കാരുണ്ട്. ഇവർക്കാണ് വർഷം തോറും 35,000 കേസ് മദ്യം, അതായത് 5 ലക്ഷം ലിറ്റർ മദ്യം മാഹി എക്സൈസ് വകുപ്പ് വിൽപ്പനയ്ക്ക് നൽകുന്നത്. മദ്യ വിനോദസഞ്ചാരത്തിന് ഇവർ പാടെ എതിരാണ്. പക്ഷേ മാഹിയുടെ വിനോദസഞ്ചാരത്തിന് വേണ്ടിയുള്ള മദ്യവിൽപ്പനയ്ക്ക് ഇവർ എതിരുമല്ല. ഒരു സോഷ്യൽ വെൽഫെയർ സ്കീം നടപ്പിലാക്കുന്നേരം ചെറിയ പൈസകൾ നഷ്ടമുണ്ടാവുന്നത് ഒരു രീതിയിലും കാരണമാക്കേണ്ട ആവശ്യമില്ല. മയ്യഴി അല്ലെങ്കിൽ പുതുശ്ശേരി സർക്കാർ ഈ ടാക്സിലുണ്ടായിരിക്കുന്ന നഷ്ടം മറ്റ് സോഷ്യൽ വെൽഫെയറിൽ ഉണ്ടാക്കുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ വിധിയെ മുഴുവൻ മയ്യഴിക്കാരും സ്വാഗതം ചെയ്യുകയാണ്. ഈ ടാക്സ് എന്നൊക്കെ പറയുന്നത് അത് സാധാരണക്കാരിൽ അങ്കലാപ്പുണ്ടാക്കാനുള്ള നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഏർപ്പാട് മാത്രമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ, ഞങ്ങളാരും തന്നെ മദ്യത്തിനെതിരല്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, മദ്യ ടൂറിസം ഞങ്ങൾ അനുവദിക്കില്ല. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് മയ്യഴിയിൽ ആരെങ്കിലും മദ്യം കഴിക്കാൻ വരുന്നതിന് ഞങ്ങൾ എതിരുമല്ല എന്ന് ഞാൻ പറഞ്ഞുകൊള്ളൂ. 1.5 കിലോമീറ്റർ ദൂരം വരുന്ന ദേശീയ പാതയോരത്തെ 32 മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ മാത്രമേ ഇപ്പോൾ അടച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതിന് കൂടി താഴെ വീഴാൻ മയ്യഴിക്കൂട്ടത്തിന്റെ അധ്വാനം തുടരും. മാതൃഭൂമി ന്യൂസ്, ദുബായ്. വാഹന അപകടത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുന്ന നടൻ ജഗതി ശ്രീകുമാർ ദുബായിൽ. സ്വകാര്യ പരിപാടിക്ക് എത്തിയ നടനോടൊപ്പം കുടുംബാംഗങ്ങളും എത്തിയിട്ടുണ്ട്. ജീവിതം തന്നെ വീൽചെയറിലാക്കിയ വാഹനാപകടത്തിന് ശേഷം ആദ്യമായാണ് ജഗതി ശ്രീകുമാർ ഒരു വിദേശയാത്ര നടത്തുന്നത്. ജഗതിയുടെ വരവറിഞ്ഞ് നിരവധി ആളുകൾ ദുബായ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി. ഭാര്യ ശോഭ, മക്കളായ പാർവതി, പിങ്കി, രാജ്കുമാർ, മരുമകൻ ഷോൺ, ഒപ്പം ജഗതിയുടെ കൊച്ചുമക്കളും അദ്ദേഹത്തോടൊപ്പം ദുബായിൽ എത്തിയിട്ടുണ്ട്. ജഗതിയെ ഏറെ സ്നേഹിക്കുന്ന പ്രവാസി മലയാളികളെ കാണാൻ ഇത്തരമൊരു അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മക്കൾ പറഞ്ഞു. ദുബായ് യാത്ര അച്ഛന് വലിയ മാനസിക സന്തോഷം നൽകുമെന്നും മകൾ പാർവതി പറഞ്ഞു. അപ്പം വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ഉള്ളൊരു സ്ഥലം. സത്യം പറഞ്ഞ ഒറ്റ ഫ്രണ്ട്സിനെയും അറിയിക്കാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ വന്നത്. ഈ ഫാൻസാണ് ഇത്രയും കൊണ്ടുവന്നത്. അവരുടെ പ്രാർത്ഥനയാണ് ഇപ്പം അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നെങ്കിലും അവരുടെ പ്രാർത്ഥനയും കരുതില്ല. അപ്പം എല്ലാവരും ഒന്ന് അറിയണം ഹൗ ഈസ്, ഇപ്പം എങ്ങനെയായി, ഇപ്പം എത്രമാത്രം പപ്പ പുരോഗമിച്ചു എന്നൊക്കെ അറിയണമെന്ന് ഞങ്ങൾക്കും ഒരു ആഗ്രഹം. അപ്പം ഇതൊരു നല്ലൊരു അവസരമാണ്. സ്വകാര്യ ചാനലിന്റെ മാപ്പിളപ്പാട്ട് പരിപാടിയിൽ മുഖ്യാതിഥിയായാണ് ജഗതി ദുബായിലെത്തിയത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്. മുത്തലാഖ് നിരോധിക്കണമെന്ന് അഖിലേന്ത്യാ ഷിയ വ്യക്തി നിയമ ബോർഡ്. അയോധ്യ തർക്കം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കണമെന്നും ഗോവധം നിരോധിക്കണമെന്നും ബോർഡ് ആവശ്യപ്പെട്ടു. ഇറാഖിലെ പ്രമുഖ ഷിയ നേതാവ് അയത്തുള്ള ഷെയ്ഖ് ബഷീർ ഹുസൈൻ നജാഫിയിൽ നിന്ന് വിശദീകരണം തേടിയ ശേഷമാണ് തീരുമാനമെന്ന് ഷിയ വ്യക്തി നിയമ ബോർഡ് അംഗം മൗലാന യാസൂബ് അബ്ബാസ് അറിയിച്ചു.
ഇറാഖ് ഇപ്പോൾ യുദ്ധഭൂമിയാണ്. ISന്റെ ശക്തി കേന്ദ്രങ്ങളിലും വിമത ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ശക്തമായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധഭൂമിയിൽ നിന്നും ഒരു ഇറാഖി ചിത്രം ഒരുങ്ങുകയാണ്. രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും പറയുന്ന ചിത്രം ഒരുക്കുന്നത് പ്രശസ്ത ഇറാഖി എഴുത്തുകാരൻ അലി അൽ ജാബ്രിയാണ്. മൊസൂളിലെ സംഘർഷങ്ങളെ പ്രമേയമാക്കിയാണ് ചിത്രമൊരുങ്ങുന്നത്. സർക്കാർ പിന്തുണയോടെ നിർമ്മിക്കാനൊരുങ്ങുന്ന ചിത്രം സൈന്യത്തിന്റെ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും തീവ്രതയാണ് പങ്കുവയ്ക്കുക. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഭീകരരിൽ നിന്നും സൈന്യം രക്ഷപ്പെടുത്തുന്നതാണ് കഥാതന്തു. സർക്കാർ സഹായത്തോടെ നിർമ്മിക്കുന്നതിനാൽ പോരാട്ട ഭൂമിയിൽ തന്നെയായിരിക്കും സിനിമയുടെ ചിത്രീകരണം. فكرة الفيلم هو مجموعة مقاتلين من الحشد الشعبي ينبغون لإنقاذ. യഥാർത്ഥ ഇറാഖിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനാണ് തന്റെ ശ്രമമെന്ന് അലി അൽ ജാബ്രി പറയുന്നു. ബസ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കാദമിയിലെ ഡ്രാമ സ്റ്റുഡൻസ് ആണ് ചിത്രത്തിൽ വേഷമിടുക. نازحة من الطائفة المسيحية تستنجد بالحشد الشعبي. സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്. ഇടവേള.